പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഇടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തര
ഉത്തമരക്ഷയുമേകുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണം. മിശിഹാ മകനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുന്നില്ല. മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴാവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ജഡത്തിൻ്റെ വികാരങ്ങളോട് മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വൃഥാഭിമാനികളുമാകാതിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 14, 15 മുതൽ 20 വരെയും 25 മുതൽ 26 വരെയുമുള്ള തിരുവചനങ്ങൾ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും.
ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, ഇത് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ആരുടെയാ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. എത്ര അധ്യായം? 14-ാം അധ്യായം. എത്ര വാക്യങ്ങൾ? 15 മുതൽ 20 വരെയും 25 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് തിരുസഭ മാതാവ് നമ്മളോട് ആവശ്യപ്പെടുക. ഒന്നാമത്തെ കാര്യം, അത് വളരെ സുന്ദരമായൊരു വചനമുണ്ട് ഇന്നത്തെ ബൈബിൾ ഭാഗത്തിൽ. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈശോ പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ വളരെ സുന്ദരമായൊരു വചനം അത്. ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായിട്ട് വിടില്ല. നമ്മളൊക്കെ പണ്ട് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നമുക്കറിയാവുന്നൊരു പാട്ടാണ്. ഇന്ന് നിഴൽ പോലും ചിലപ്പോൾ കൂടെ നിൽക്കാത്ത സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും. പലപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട കാര്യം അറിയോ? നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. ആരൊക്കെ കൂടെ ഉണ്ടായാലും ജീവിതത്തിൻ്റെ ഒരു യാനത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തിൽ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് എത്ര വലിയ ബന്ധമാണെങ്കിലും ഇറങ്ങിപ്പോവും, അല്ലേ? നമ്മൾ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും മരണമുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട്. എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, കൂടപ്പിറപ്പുകളായിരിക്കാം, സ്നേഹിതരായിരിക്കാം, ഇഷ്ടമുള്ളവരായിരിക്കാം, ആരും ആയിരിക്കട്ടെ. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങൾക്ക് അച്ഛനെ വന്നൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ എറണാകുളത്തുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി, ഞാനിങ്ങനെ ധ്യാനിക്കാൻ പോവാ, അതുകൊണ്ട് എനിക്ക് ഈ ആഴ്ച പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ ഉള്ള ദിവസം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടൈറ്റ് ഉണ്ട്, എങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി വന്നിട്ട് കാര്യമുണ്ടെങ്കിൽ ചേച്ചി എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛാ, ഞാൻ എറണാകുളത്ത് വലിയൊരു കുടുംബമാണ്, എനിക്കറിയാവുന്നൊരു കുടുംബമാണ്. എറണാകുളത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു ബിസിനസ് ചെയ്യുന്നൊരു കുടുംബമാണ്, വലിയൊരു കുടുംബം. ആ കുടുംബത്തിലെ അംഗമാണ് അച്ഛാ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്കൊരു നല്ലൊരു ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട് 2 പേര്, ഒരാൾ MSW ചെയ്യുന്നു, MBA ചെയ്യുന്നു. അതൊക്കെ എന്നോട് പറഞ്ഞു. അച്ഛാ, എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷേ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് ആരും അങ്ങനെ എൻ്റെ എന്ന് പറയാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു, എന്തേ? അച്ഛാ, എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റണില്ല. ഈ ലോകത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ തന്നെ പലപ്പോഴും പറയാറില്ല, നിന്നോട് എത്ര പ്രാവശ്യമാണ് ഞാൻ പറയണേ, നിനക്ക് എന്തേ മനസ്സിലാവാത്തേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് തന്നെ മനസ്സിലാവില്ല, എൻ്റെ കൂടെ കിടന്നുറങ്ങണ എൻ്റെ ജീവിത പങ്കാളിക്ക് പോലും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് ഇങ്ങനെയാണ്. ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഇൻ്റർവ്യൂ പോലെ ഇങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ചോദിക്കുന്ന ആൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് യുവാക്കളോട് യുവതികളോടെ ചോദിക്കുന്നത്: നിങ്ങൾ നിങ്ങളുടെ അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി? അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി? വല്ലാത്തൊരു ചോദ്യം അത്. അപ്പോൾ പലരും പറയുന്ന ഉത്തരം, ഞാൻ 3ാം ക്ലാസ്സിൽ വെച്ച് കെട്ടിപ്പിടിച്ചത് അപ്പച്ചനെ. പ്രായപൂർത്തിയായ ആൺകുട്ടികൾ പറയും, ഞാൻ 3ാം ക്ലാസ്സിൽ വെച്ച് കെട്ടിപ്പിടിച്ചത്, പിന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല. അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി? പ്രായപൂർത്തിയാകുന്തോറും അപ്പനോട് അമ്മയോട് സ്നേഹമുണ്ട്, പക്ഷേ പ്രകടിപ്പിക്കുന്ന രീതികളൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളൊക്കെ വലുതാകുന്തോറും ബന്ധങ്ങൾക്ക് അടുപ്പം കൂടാണോ കുറയാണോ? കുറഞ്ഞു വരിക. സ്നേഹത്തിന് കൂടുതലാണോ കുറവാണോ? കുറഞ്ഞു വരിക. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റയ്ക്കാണ്. ആരൊക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എത്ര പേർക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം? എൻ്റെ ജീവിത പങ്കാളി കൃത്യമായിട്ട് അറിയോ? ഇല്ല. എൻ്റെ മക്കൾ അറിയോ? ഇല്ല. പലപ്പോഴും ചോദിക്കാറില്ലേ, നിനക്ക് എന്തേ മനസ്സിലാവാത്ത തന്നെ? ചിലപ്പോൾ ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും സങ്കടപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട്? ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഈ കുരിശിൽ കിടക്കണ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കണ പോലെ നമ്മളെ സ്നേഹിക്കാൻ, നമ്മൾ ആഗ്രഹിക്കണ പോലെ നമ്മളെ കൊണ്ടു നടക്കാൻ
നമ്മൾ ഇച്ഛിക്കുന്ന പോലെ നമ്മളെ ശുശ്രൂഷിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ഈ ലോകത്ത് വേറെ ആർക്കും പറ്റില്ല. കൂടെ കിടന്നുറങ്ങുന്ന ജീവിത പങ്കാളിക്ക് പോലും എത്ര വർഷമായി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളെ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വചനം എന്നറിയോ, ഈശോ നമ്മൾ ഒരിക്കലും അനാഥരായിട്ട് വിടില്ല. അത് ജീവിതത്തിൽ ചിന്തിക്കുക. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയണ പോലെ നിൻ്റെ നിഴൽ പോലും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും. നീ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ ഉറപ്പിച്ചു വെക്കുക, എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എന്ത് വലിയ ജീവിതത്തിൽ എന്തെല്ലാം സങ്കടങ്ങളുണ്ടെങ്കിലും ഞാനൊന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അതാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം. അതൊന്ന് വലിയൊരു ആശ്വാസം. നമുക്ക് ആരുമില്ലെങ്കിലും ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ജിനു വെച്ചാൽ അച്ഛൻ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കണേ? പലപ്പോഴും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്, പ്രശ്നങ്ങളും ഉണ്ട് എനിക്ക്. എൻ്റെ അപ്പനമ്മയ്ക്കും വയ്യ, വീട്ടിലാണെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കാണെങ്കിൽ അസുഖങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ഒറ്റ റീസണുള്ളൂ, ഞാൻ എന്നും വിശ്വസിക്കുക, ആരുമില്ലെങ്കിലും ദൈവമുണ്ട് എൻ്റെ കൂടെ. എന്നെ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം മനസ്സിലാക്കും. ഈ രണ്ട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. ദൈവം ഉണ്ട് എൻ്റെ കൂട്ടിന്, ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് നിങ്ങളുടെ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം, ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചിന്തിക്കുക, എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്, അവൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അവൻ എന്നെ സ്നേഹിച്ചോളും. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇന്നത്തെ. എന്താ പറഞ്ഞു വയ്ക്കുന്നതെന്നറിയോ? പരിശുദ്ധാത്മാവ്, ഞാൻ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് സഭയെ കാത്തു സൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ ഇടയിലും സഭയെ നിലനിർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഓർത്തോക്കെ, ഈശോയുടെ കൂടെ 3 വർഷം നടന്നിട്ട് ശിഷ്യന്മാരൊക്കെ പേടിച്ചു പോയി അവൻ്റെ മരണം കേട്ടപ്പോഴും. അവർ സെഹ്യോൻ മാളികയിൽ മാതാവിനോടൊപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ ശക്തി പ്രാപിക്കുന്നത്. ജീവിതത്തിൽ ശക്തി പ്രാപിക്കണോ, ജീവിതത്തിൽ തൻ്റെ ഇടം ഉണ്ടാകണോ, ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ ഫേസ് ചെയ്യണോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കണോ, ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി വേണോ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് തരും. കാരണം ശിഷ്യന്മാർ പേടിച്ച് ഒരു വീടിൻ്റെ അകത്ത് ഒളിച്ചപ്പോൾ അവർക്ക് ശക്തി പകർന്നത്, മരിക്കാൻ വരെയുള്ള ശക്തി പകർന്നു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും പഠിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എനിക്ക് കുഞ്ഞുമക്കളോട് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ, പഠിക്കുന്ന നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനോട് എന്നും പ്രാർത്ഥിക്കണം. പഠിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ കടന്നു വരണേന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു നോക്കിയേ, പഠിക്കുന്ന കാര്യം പെട്ടെന്ന് കിട്ടും. കാരണം എന്തെന്നറിയോ? പരിശുദ്ധാത്മാവാണ് ജ്ഞാനം നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് അത് ഗ്രഹിക്കാനുള്ള ശക്തി നൽകുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നിൻ്റെ ജീവിതത്തിലെ നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നം, അത് അഭിമുഖീകരിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ഈ 2 കാര്യങ്ങൾ മനസ്സിലുണ്ടാകട്ടെ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂട്ടിനുണ്ട്, അവനൊരിക്കലും എന്നെ അനാഥനായിട്ട് വിടില്ല. ഈ ലോകത്ത് മനുഷ്യർ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നീ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏതു വലിയ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തി തരാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഈ 2 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഭക്തിയോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ഈശോയെ, ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും ശക്തിയും മനസ്സിലാക്കി ജീവിക്കുവാൻ ഓരോ മക്കളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദാതാവ് ഈശോയെ, രോഗികളാലും പീഡകളാലും വലയുന്ന ഓരോ മക്കളെയും അങ്ങയുടെ ദിവ്യകര സ്പർശത്താൽ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ഈശോയെ, പ്രാർത്ഥനയിൽ വളരാമെന്ന ആപ്തവാക്യം ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും വളരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യവിരോധനായ ഈശോയെ, ഇന്ന് ഞങ്ങൾക്കായി വിലയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജിനുവച്ചനെയും ഞങ്ങളെ ബഹുമാനിക്കുന്ന സിസ്റ്റേഴ്സിനെയും ഓരോ അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിത താളത്തിൽ സന്തോഷ സന്താപ മാലിക കനിവോടെ സ്വീകരിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ നീ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ സ്വർഗീയ പിതാവേ. പ്രത്യേകമായിട്ട് ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്, അത് പരിഹരിക്കപ്പെടുവാനായിട്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമ്പുരാനെ. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പലവിധ പ്രശ്നങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്, ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് ഈശോയെ. അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. പഠിക്കാനായിട്ട് വിദൂരങ്ങളിൽ പോയിട്ടുള്ളവരുണ്ട്, ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നവരുണ്ട്, 10ാം ക്ലാസ്സിൽ പ്ലസ് 2 പഠിക്കുന്ന മക്കളുണ്ട്, പ്രത്യേകമായിട്ട് പലവിധ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. പഠനത്തിലെ പലവിധ ബുദ്ധിമുട്ടുകൾ മൂലം സങ്കടപ്പെടുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. OET, IELTS, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, ഈശോയെ പ്രത്യേകമായിട്ട് എല്ലാ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ഇന്ന് കാഴ്ച സമർപ്പണം നടത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അധ്യാപകരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ. പ്രത്യേകമായിട്ട് എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് സത്യദൈവത്തെന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെയും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ വിശ്വാസത്തെ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി ഉത്തമമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതരായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദാവീദിൻ പുത്രന് ഹോശാന, ഉന്നത വേദിയിൽ ഹോശാന, സൈന്യങ്ങൾ തന്നാഥ, ലോകത്തിൻ രക്ഷക, ദൈവത്തിൻ പുത്രന് ഹോശാന, ദാവീദിൻ പുത്രന് ഹോശാന. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ ദൈവമേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
സ്വർഗത്തിലേക്ക്. ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സത്യദൈവസൂനുവേ, നിത്യസ്നേഹരൂപനേ, യേശുവേ, യേശുവേ, കൈതൊഴുന്നേനങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റ് പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ ജീവിതം, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും നമുക്ക് ഓർക്കാം. ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈശോയെ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകലോകം പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം അരുളുകയും ചെയ്തു. അവരോടുകൂടി ഭാവിജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്ത്യാദരപൂർവ്വം ഈ ദിവസങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്രകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം.
തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ നിറഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ആഴ്ചയും തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.